ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. വളരെ ചെറിയൊരു സെയിൽ വീഡിയോ ആണ്. നമുക്ക് കുറച്ച് കലാത്തിയ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ കൂടി പുതിയതായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ചെറിയൊരു വീഡിയോയാണ്, പെട്ടെന്ന് നമുക്ക് തീർത്തേക്കാം. അപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നത് നല്ല കുറഞ്ഞ റേറ്റിൻ്റെ കലാത്തിയ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള കലാത്തിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 ആണ് കേട്ടോ. 100 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസൊക്കെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അടുത്തൊരു പ്ലാന്റ് വരുന്നത് ഈ ഒരു വൈറ്റ് സ്ട്രൈപ്പിൻ്റെ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇതുപോലത്തെ ബുഷി പോട്ട് കലാത്തിയാണ്. ഈ ഒരു സൈസ് ബുഷി പോട്ടായിട്ടുള്ള ഒരു കലാത്തിയാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 ആണ്. 120 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന കുറച്ച് കലാത്തിയ പ്ലാന്റ്സുകൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കലാത്തിയ പ്ലാന്റ്സുകൾ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരുന്നത് വലിയ താല്പര്യമില്ല. നമുക്ക് സ്ക്വയർ പോട്ടിൽ കലാത്തിയ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബുഷി പോട്ട് കലാത്തിയ നമ്മൾ അങ്ങനെയാണ് കൂടുതലും കൊടുക്കാറ്. പിന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം സ്പ്ലിറ്റ് ചെയ്ത് കലാത്തിയ തരുന്നതാണ്. അപ്പോൾ എപ്പോഴും ബെറ്റർ ഇതുപോലത്തെ സ്ക്വയർ പോട്ടിലുള്ള കലാത്തിയ ആയിരിക്കും. അതുപോലെ തന്നെ ബുഷി പോട്ടായിട്ട് എടുക്കലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഒരു തരി പോലും വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന പ്ലാന്റാണ്. അതായത് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് എല്ലാം അങ്ങ് വളഞ്ഞ് ചുരുണ്ട് കരിഞ്ഞു പോകുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ചൂട് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ലീവ്സിന് കരിച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഇതുപോലെയുള്ള സ്ക്വയർ പോട്ടിലുള്ള കലാത്തിയോ അല്ലെങ്കിൽ ബുഷി പോയിട്ടുള്ള കലാത്തിയോ വാങ്ങിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കലാത്തിയ പ്ലാന്റ്സിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ഡെയിലി നനച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കെയറിങ് ഉള്ളത് ഡെയിലി നനച്ചിടുക. അതുപോലെ നല്ല തണലത്ത് തന്നെ വെക്കുക. ഒട്ടും വെയിൽ കിട്ടാത്തടത്ത് നല്ല തണലത്ത് വയ്ക്കുക. എന്ന് വെച്ച് റൂമിൽ വെക്കണം എന്നല്ല കേട്ടോ നമ്മൾ പറയുന്നത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് കലാത്തിയ വെക്കേണ്ടത്. അതുപോലെ ഡെയിലി മോർണിംഗ് നനച്ചിടുക. ഡെയിലി നനയ്ക്കണം കേട്ടോ. കാരണം നല്ല ചൂടിൻ്റെ ടൈമാണ്. ഈ ഒരു മാസം കൂടി നന്നായിട്ട് കെയർ ചെയ്യേണ്ടി വരും കലാത്തിയ പ്ലാന്റ്സുകൾ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ വാങ്ങിച്ചവർക്കെല്ലാം കമൻറ്റുകൾ ചെയ്യാട്ടെ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കലാത്തിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്ലാന്റ്സ് കിട്ടിയവർക്കെല്ലാം കമൻറ്റുകൾ ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റും സൈസൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക്? എല്ലാവരും വായോ വീഡിയോയിലേക്ക്. ഓക്കെ, ഇപ്പോൾ ആദ്യം വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം കേട്ടോ. കലാത്തിയുടെ സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ വിറ്റാറ്റ എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. കലാത്തിയ വിറ്റാറ്റ. അപ്പോൾ കലാത്തിയ വിറ്റാറ്റ സ്ക്വയർ പോട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന പ്ലാന്റ്സുകൾ ഈ സ്ക്വയർ പോട്ടോടുകൂടി തന്നെയായിരിക്കും അയച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് നമുക്ക് സ്ക്വയർ പോട്ടോടുകൂടി തന്നെ അയക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത്, നിങ്ങൾക്ക് പ്ലാന്റ്സ് വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഏത് ദിവസങ്ങളിലാണോ ടൈം കിട്ടുന്നത് വെച്ചാൽ ആ ദിവസങ്ങളിൽ നിങ്ങൾക്കിത് റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ സമയം പോലെ റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തൊരു കലാത്തിയ എന്ന് പറയുന്നത് കലാത്തിയുടെ ക്രിംസൺ റിസ്കോ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. നമുക്കിത് എനിക്ക് തോന്നുന്നു ഒരു 2-3 പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കുറച്ച് റെയറായിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, ബ്ലാക്ക് ഷെയ്ഡ് ഇതുപോലെ അങ്ങനെ പരന്നിരുന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതുപോലെ സ്ക്വയർ പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ഇതുപോലത്തെ പിങ്ക് സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതുപോലെ ഉള്ളൊരു പ്ലാന്റ്സ് ആണ്. ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 180 ആണ്. ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് വന്നിട്ട് 180 രൂപ. അടുത്ത് വരുന്നത് കലാത്തിയുടെ ഹെലൻ കെന്നഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു റെയർ ഐറ്റം, വളരെ റെയറായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 280 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി വരുന്നത് റോസി വെർഷൻ 2 ആണ് കേട്ടോ. ഇതാണ് റോസി വെർഷൻ 2 എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്ക്വയർ പോട്ടിലുമാണ് വന്നിരിക്കുന്ന പ്ലാന്റ്സ്. ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 180 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഒരു വെറൈറ്റി വരുന്നത് കലാത്തിയുടെ ഓർണാട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. ഓർണാട്ടയുടെ സൈസ് ഇതാണ് വരുന്നത്. സ്ക്വയർ പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഓർണാട്ട സൈസ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 180 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയ ക്രിംസൺ ആണ്. സ്ക്വയർ പോട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ. കലാത്തിയ ക്രിംസിന് റേറ്റ് വരുന്നത് 200 രൂപയാണ് റേറ്റ് വരുന്നത്.
ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാത്തിയ വിറ്റാറ്റ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. കലാത്തിയുടെ വിറ്റാറ്റയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 180, 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയ പീക്കോക്ക്. കലാത്തിയ പീക്കോക്കാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 180 ആണ് റേറ്റ് വരുന്നത്. 180 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയുടെ ഡോട്ടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 180, 180 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മളിവിടുന്ന് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ അയക്കുകയുള്ളൂ കേട്ടോ. അത് കിട്ടിയവർക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് ഒരു റെയർ ആയിട്ടുള്ളൊരു കലാത്തിയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 250. കുറച്ച് റെയർ വെറൈറ്റിയാണ്. മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 250, 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി മറ്റൊരു വെറൈറ്റിയാണ് കലാത്തിയുടെ റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. കലാത്തിയ റാറ്റിൽ സ്നേക്ക്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാണിച്ച എല്ലാം സ്ക്വയർ പോട്ടിലുള്ള പ്ലാന്റ്സുകളാണ്. ഈ സ്ക്വയർ പോട്ടിലുള്ള പ്ലാന്റ്സുകളെല്ലാം ഈ പോട്ടോടുകൂടി തന്നെയായിരിക്കും അയച്ചു തരാം കേട്ടോ. ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമുക്ക് സ്ക്വയർ പോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടി ബുഷ് പോട്ട് പ്ലാന്റ്സുകളൊന്ന് പരിചയപ്പെടാം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു മാക്സിമം ബുഷ് പോട്ട് എടുക്കുക അല്ലെങ്കിൽ സ്ക്വയർ പോട്ട് പ്ലാന്റ്സ് ആയിട്ട് എടുക്കുക കേട്ടോ. കലാത്തിയുടെ ലീവ്സുകളൊക്കെ കയറി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. വളരെ സ്ലോ ഗ്രോത്ത് പ്ലാന്റാണ് കലാത്തിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടാണ് ഒരു ലീഫൊക്കെ കയറിയത്. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ലീഫ് കയറി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് നനയാണ് മെയിനായിട്ടും കലാത്തിയ പ്ലാന്റ്സിന് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ബുഷി പോട്ട് പ്ലാന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ആദ്യം വരുന്നത് കലാത്തിയുടെ ഡോട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. കലാത്തിയ ഡോട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു സൈസ് വരുന്നത് കലാത്തിയ ബുഷി പോട്ടാണ്. പീക്കോക്കാണ്. നല്ല ബുഷി പോട്ട് പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 320, 320 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയുടെ ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ്സാണ്. അത്യാവശ്യം നല്ല ബുഷായിട്ട് വരുന്നിരിക്കുന്ന പ്ലാന്റ്സാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 300, 300 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാറ്റിൽ സ്നേക്കാണ്. കലാത്തിയ റാറ്റിൽ സ്നേക്ക്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 300, 300 രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത്. അവിടെ നമ്മൾ ആദ്യം കണ്ടിരുന്നു ഹെലൻ കെന്നഡിയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് കണ്ടിരുന്നു. ഹെലൻ കെന്നഡിയുടെ ഡബിൾ ഷൂട്ടായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് 550, 550 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയുടെ ഇത് കണ്ടോ, റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ്. റെഡ് വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ആയിരിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് 300, 300 രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി വന്ന് കലാത്തിയ ഓർണാട്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. കലാത്തിയ ഓർണാട്ട ബുഷി പോട്ടാണ്. നമ്മൾ ആദ്യം 180 പോട്ട് കണ്ടിരുന്നു. ഇതിപ്പോൾ നല്ല ഹെവി ബുഷി പോട്ടാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 320, 320 രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത്. അടുത്ത് വരുന്ന കലാത്തിയ റോസി വെർഷൻ 2 ആണ്. റോസി വെർഷൻ 2 ഈ ഒരു സൈസിലുള്ള ബുഷി പോട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അടുത്ത് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിന് ഇന്നത്തെ റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയുടെ ഓർബിഫോളിയാണ് കേട്ടോ. നമുക്കൊരു 3-4 പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഓർബിഫോളിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 280, 280 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കലാത്തിയ മാരിയോൺ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല പ്ലാന്റ്സ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 320, 320 രൂപയാണ് മാരിയോൺ ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. ഇതിനിങ്ങനെ വൈറ്റ് ബോർഡറാണ് വരുന്നത് കേട്ടോ. ഈ പ്ലാന്റ്സൊക്കെ നമുക്ക് 3-4 പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ.
അടുത്തൊരു വെറൈറ്റി വരുന്നത് ഇതും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സാണ് കലാത്തിയ. ഈ ലൂസ് ട്രീസ് എന്ന് പറയും. നല്ല സൈസായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ബുഷി പോട്ടാണ്. ബുഷി പോട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 320, 320 രൂപയാണ് ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കലാത്തിയുടെ ബുഷി പോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബുഷി പോട്ട് നമുക്ക് പോട്ടിൽ അയക്കേണ്ട ആവശ്യമില്ല, പോട്ടിൽ നിന്ന് മാറ്റിയിട്ടായിരിക്കും അയക്കാം. ഇനിയിപ്പോൾ പോട്ടോടുകൂടി വേണമെന്നുള്ളവർക്ക് പോട്ടോടുകൂടി നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ കൊറിയർ ചാർജ് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. ശരിക്കും കലാത്തിയ പ്ലാന്റ്സുകൾ പോട്ടോടുകൂടി അയക്കേണ്ട ആവശ്യമില്ല. കാരണം ചുവട് അധികം അനങ്ങാതെയാണ് നമ്മൾ ഇതിൻ്റെ പോട്ടിൽ നിന്ന് ഇത് മാറ്റി അയക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെ റേറ്റും സൈസും ഐഡിയും മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഇല്ല, ഇത്തരം പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നമ്മൾ നന്നായിട്ട് നനച്ചിട്ടേക്കണം കേട്ടോ. നമ്മളിവിടെ നിലത്ത് ഷീറ്റ് ഇട്ടിട്ട് നിലത്താണ് ഇത് കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നനച്ചിടുമ്പോൾ ഈ നനവൊക്കെ ഈ വെള്ളമൊക്കെ നമ്മുടെ ഈ ഷീറ്റിൽ കിടന്ന് അപ്പോൾ ഇതിന് എപ്പോഴും നല്ല ഫ്രഷ്നെസ് ആയിട്ട് നല്ല ഫ്രഷായിട്ട് പ്ലാന്റ്സൊക്കെ നല്ലയിരിക്കും. ലീവ്സുകളൊന്നും അധികം കരിയാതെ നല്ല ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഷീറ്റിൽ വെച്ചിട്ട് ഷീറ്റ് നനച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളിതിനെ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു നനവ് തന്നെയായിരിക്കും പ്ലാന്റ്സിന് എപ്പോഴും. ഇപ്പോൾ കാലാത്തിൽ നമുക്ക് മഴക്കാലമാണെങ്കിൽ നമുക്ക് മഴയത്തേക്ക് ഇറക്കി വെക്കുന്നതിനും വലിയ പ്രശ്നമില്ല കേട്ടോ. കാരണം വെള്ളമാണ് കലാത്തിക്ക് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സുകൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൾ ചെയ്യേണ്ടതായിട്ടില്ല. പകലൊക്കെ നമ്മൾ പാക്കിങ്ങിൻ്റെ തിരക്കിലായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് പകൽ റിപ്ലൈ തരാനും ടൈം കുറവാണ്. എല്ലാവരുടെയും മെസ്സേജ് നമ്മൾ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നൈറ്റായിരിക്കും കൂടുതലും മെസ്സേജുകളൊക്കെ എടുക്കുക. അതുപോലെ നൈറ്റ് എടുത്ത് തീരാത്ത മെസ്സേജൊക്കെ നമ്മൾ ഏർലി മോർണിംഗ് എടുത്ത് തീർത്തിട്ടാണ് നമ്മൾ പാക്കിങ്ങിന് പോവുക. അപ്പം മെസ്സേജുകൾ നോക്കിയില്ല എന്ന് ആരും പരിഭവം വിചാരിക്കരുത്. എല്ലാവരുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ പ്ലാന്റ്സ് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് പ്ലാന്റ് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡയറക്റ്റ് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഡയറക്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വരിക. കാരണം എപ്പോഴും നമ്മളിവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പം കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ ഡയറക്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വരിക. നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ട് കലാത്തിയ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ കലാത്തിയുടെ ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് കേട്ടോ. വെള്ളമാണ് ഇപ്പോൾ കലാത്തിക്ക് ഏറ്റവും ബെറ്ററായിട്ട് വേണ്ടത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ഡെയിലി നനയ്ക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ നല്ല തണലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.